ജസ്റ്റിസ് ചന്ദ്രചൂഡ് പടിയിറങ്ങുമ്പോൾ The Chief Justice can shout from the rooftops, but if the lawyers don't support the chief and the colleagues don't support the chief, nothing can happen. I found when I became a judge of the Supreme Court that this was a Chief Justice-centric court. In the High Courts, it's completely different. The High Court works through committees. The Supreme Court is a Chief Justice-centric court. The registry looks to one person, the Chief Justice. I thought that had to change. ഇക്കഴിഞ്ഞ നവംബർ 10 ജസ്റ്റിസ് ചന്ദ്രചൂഡ് സുപ്രീം കോടതിയിൽ നിന്നും പടിയിറങ്ങി. അടുത്ത കാലത്ത് ഏറ്റവും അധികം കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. 2016 സുപ്രീം കോടതി ജഡ്ജിയായ ജസ്റ്റിസ് ചന്ദ്രചൂഡ് 2022 നവംബർ 9 ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റു. വലിയ പ്രതീക്ഷകളായിരുന്നു ജസ്റ്റിസ് ചന്ദ്രചൂഡ് ജനാധിപത്യ വിശ്വാസികൾക്ക് നൽകിയത്. സുപ്രീം കോടതി സീനിയർ അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗിന്റെ വാക്കുകൾ കടമെടുത്താൽ, എവറി ലോ വാസ് ബീങ് വെപ്പണൈസ്ഡ് അഗൈൻസ്റ്റ് ദ വീക്ക്, നോ ആക്ഷൻ അഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഹു വെയർ റെസ്പോൺസിബിൾ ഫോർ ദ ഹേറ്റ് സ്പീച്ച് ആൻഡ് എൻകറേജിംഗ് വയലൻസ് അഗൈൻസ്റ്റ് മൈനോറിറ്റീസ്. എ ഡിഫാക്ടോ ഹിന്ദു സ്റ്റേറ്റ് വാസ് ബീങ് എസ്റ്റാബ്ലിഷ്ഡ്. ഈ ഘട്ടത്തിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡിനെ പോലെ ഒരാൾ സുപ്രീം കോടതിയുടെ തലപ്പത്തേക്ക് വരുന്നതിൽ ഇന്ത്യയുടെ വ്യത്യസ്ത കോണുകളിൽ നിന്നും ആശ്വാസത്തിന്റെ ദീർഘനിശ്വാസങ്ങൾ ഉയരുന്നത് സ്വാഭാവികമായിരുന്നു. പക്ഷേ 2 കൊല്ലത്തിനിപ്പുറം ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ നിന്നും പടിയിറങ്ങുമ്പോൾ ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ ബാക്കിപത്രം ജനാധിപത്യ വിശ്വാസികളെ ആഹ്ലാദിപ്പിക്കുന്നില്ലെന്ന വിമർശനമാണ് ഉയരുന്നത്. ഈ പരിണാമത്തിന്റെ പരിസരം വ്യക്തമാകണമെങ്കിൽ ആദ്യം ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ പിതാവ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡിനെ കുറിച്ച് അറിയണം. സുപ്രീം കോടതിയിൽ ഏറ്റവും അധികം കാലം ചീഫ് ജസ്റ്റിസായി പ്രവർത്തിച്ചുവെന്ന റെക്കോർഡിന് ഉടമയാണ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ്. 1978 ഫെബ്രുവരി 22 മുതൽ 1985 ജൂലൈ 11 വരെ 7 കൊല്ലവും 2 മാസവും ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് സുപ്രീം കോടതിയുടെ തലപ്പത്തുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1972 52ാമത്തെ വയസ്സിലാണ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. 4 കൊല്ലത്തിനിപ്പുറം 1976 അടിയന്തരാവസ്ഥക്കാലത്ത് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് ഉൾപ്പെട്ട ബെഞ്ചാണ് വിഖ്യാതമായ ADM ജബൽപൂർ കേസിൽ വിധി എഴുതിയത്. ആളുകളെ അന്യായമായി തടങ്കലിൽ വെക്കുന്നത് ഭരണഘടനയുടെ 21ാം വകുപ്പ് ഉറപ്പ് നൽകുന്ന ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തിന്റെ നിഷേധമാണെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. എന്നാൽ ചീഫ് ജസ്റ്റിസ് AN റേ നേതൃത്വം നൽകിയ 5 അംഗ ബെഞ്ച് ഭരണകൂടത്തിനൊപ്പം നിന്നു. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തോടെ മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഹർജി നിലനിൽക്കില്ലെന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ തീർപ്പ്. എന്നാൽ ജസ്റ്റിസ് HR ഖന്ന മാത്രമാണ് 5 അംഗ ബെഞ്ചിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത്. ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ഒരു ഘട്ടത്തിലും ആർക്കും നിഷേധിക്കാനാവില്ലെന്ന അടിയുറച്ച നിലപാടാണ് ജസ്റ്റിസ് ഖന്ന എടുത്തത്. എന്നെങ്കിലും ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ യശസ് വീണ്ടെടുക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ ജസ്റ്റിസ് ഖന്നയ്ക്ക് ഒരു സ്മാരകം നിർമ്മിക്കാതിരിക്കില്ല എന്നാണ് ഈ വിയോജനക്കുറിപ്പിനെ കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് അന്ന് എഴുതിയത്. ഭരണകൂടത്തിനെതിരെ നിലകൊണ്ടതിന് ജസ്റ്റിസ് ഖന്നയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. സ്വാഭാവികമായും ലഭിക്കേണ്ടിയിരുന്ന ചീഫ് ജസ്റ്റിസ് പദവി അദ്ദേഹത്തിന് നഷ്ടമായി. സീനിയോറിറ്റിയിൽ മുന്നിലായിരുന്ന ജസ്റ്റിസ് ഖന്നയെ മറികടന്ന് ജസ്റ്റിസ് MH ബെഗിനെയാണ് ഇന്ദിരാ ഭരണകൂടം ചീഫ് ജസ്റ്റിസായി നിയമിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് ജസ്റ്റിസ് ഖന്ന രാജിവെക്കുകയും ചെയ്തു. ജസ്റ്റിസ് ഖന്നയ്ക്ക് സ്മാരകമുയർന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വിയോജനക്കുറിപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും തിളങ്ങുന്ന അധ്യായമാണെന്നതിൽ ആർക്കും സംശയമുണ്ടാവില്ല. ADM ജബൽപൂർ കേസിലെ വിധിയിൽ പിതാവ് ഖേദിച്ചിരുന്നുവെന്ന് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഒരിക്കൽ ഒരു അനുസ്മരണ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. ജനതാ പാർട്ടി സർക്കാരാണ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡിനെ ചീഫ് ജസ്റ്റിസായി നിയമിച്ചത്. 1980 ഇന്ദിര അധികാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു. പക്ഷേ പിന്നീട് ഒരിക്കലും ഭരണകൂടത്തിന്റെ ഇംഗിതത്തിനൊപ്പം നിലയുറപ്പിച്ചു വന്ന പേരുദോഷം ജസ്റ്റിസ് YV ചന്ദ്രചൂഡിന് ഉണ്ടായില്ല. വിരമിക്കുന്നതിന് 2 മാസം മുമ്പ് 1985 ഏപ്രിലാണ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഷബാനു കേസിൽ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശത്തിന് അർഹതയുണ്ടെന്നും CRPC 125ാം വകുപ്പ് മുസ്ലിം വ്യക്തിഗത നിയമത്തിന് മുകളിലാണെന്നും ഉത്തരവിട്ടത്. 1982 ഡൽഹി സർവകലാശാലയിൽ നിന്നും നിയമബിരുദം എടുത്തപ്പോൾ DY ചന്ദ്രചൂഡിനോട് പിതാവ് YV ചന്ദ്രചൂഡ് പറഞ്ഞത് താൻ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിക്കുവാൻ മകനെ അനുവദിക്കുകയില്ല എന്നാണ്. അങ്ങനെയാണ് ഹാർവർഡ് സർവകലാശാലയിൽ ഉന്നത ബിരുദം നേടുന്നതിനായി DY ചന്ദ്രചൂഡ് യാത്രയാവുന്നത്.
2008 പിതാവ് മരിക്കും വരെ അദ്ദേഹവുമായി തുറന്ന ചർച്ചകൾ നടത്താറുണ്ടായിരുന്നുവെന്ന് DY ചന്ദ്രചൂഡ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിതാവിന് മകൻ നൽകിയ ഏറ്റവും വലിയ സമ്മാനം 2017 പുട്ടസ്വാമി കേസിലെ വിധിയായിരിക്കും. സ്വകാര്യത മൗലിക അവകാശമാണെന്നും ഭരണഘടനയുടെ 21-ാം വകുപ്പിൽ അന്തർലീനമായിട്ടുള്ളതാണെന്നുമുള്ള ആ വിധിയിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് പിതാവിന്റെ ADM ജബൽപൂർ കേസിലെ വിധി തള്ളിക്കളഞ്ഞു. ഇന്ത്യൻ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മങ്ങലേൽപ്പിച്ച വിധിയായിരുന്നു ADM ജബൽപൂർ കേസിലേത് എന്നാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എഴുതിയത്. മകൻ പിതാവിനെ തിരുത്തുന്ന അനിതര സാധാരണമായ സന്ദർഭം. തൊട്ടടുത്ത കൊല്ലം 2018 വീണ്ടും ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പിതാവിനെ തിരുത്തി എഴുതി. വ്യഭിചാരം ക്രിമിനൽ കുറ്റമല്ലെന്ന വിധിയിലായിരുന്നു അത്. വ്യഭിചാരം ക്രിമിനൽ കുറ്റമാണെന്ന കീഴ്ക്കോടതി വിധി 1985 ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് അടങ്ങുന്ന ബെഞ്ച് ശരിവച്ചിരുന്നു. പിതാവും മകനും എന്ന നിലയിലല്ല, 2 ജഡ്ജിമാർ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഭരണഘടനയെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുകയാണെന്നാണ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഇതേക്കുറിച്ച് പറഞ്ഞത്. പിതാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ തന്റെ വ്യാഖ്യാനത്തോട് യോജിക്കുമായിരുന്നുവെന്നും ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറയുകയുണ്ടായി. പ്രശസ്തമായ 2 വിയോജനക്കുറിപ്പുകൾ ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെതായുണ്ട്. ആധാർ കേസിലും ഭീമ കൊറഗോൺ കേസിലും. ഒരു മണി ബിൽ എന്ന നിലയിൽ ആധാർ നിയമം പാസാക്കിയത് ഭരണഘടനയോടുള്ള അവഹേളനവും തട്ടിപ്പുമാണെന്നാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് കുറിച്ചത്. ഭരണഘടനയുടെ 21-ാം വകുപ്പ് ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യവും സ്വകാര്യതയും ആധാർ നിയമം ബഹുമാനിക്കുന്നില്ലെന്നും ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടി. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ഫാദർ സ്റ്റാൻസാമിയെയും അഭിഭാഷകയായ സുധാ ഭരദ്വാജും ഉൾപ്പെടെ 16 പേരെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിലടച്ചതിനെതിരെ ചരിത്രകാരിയായ റൊമില താപ്പറാണ് കോടതിയെ സമീപിച്ചത്. ഈ കേസിൽ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയും ജസ്റ്റിസ് AN ഖാൻവിൽക്കറും ഭരണകൂടത്തിന്റെ വാദങ്ങൾ ശരിവെച്ചപ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ശക്തമായി വിയോജിച്ചു. വ്യത്യസ്തവും വിഭിന്നവുമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമാണെന്നാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞത്. Dissent is the safety valve of democracy. If dissent is not allowed, the pressure cooker may burst. സ്വരകരുതി ക്രിമിനൽ കുറ്റമല്ലെന്ന വിധിയിലും ജസ്റ്റിസ് ചന്ദ്രചൂഡ് ജനാധിപത്യ സമൂഹത്തിന്റെ പ്രകാശഭരിതവും പ്രസന്നഭരിതവുമായ മുഖമായി നിലകൊണ്ടു. മലയാളി യുവതി ഖാദിയ തനിക്കിഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിച്ചപ്പോൾ NIA അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും ഒടുവിൽ ആ യുവതിയുടെ സ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കുവാൻ ജസ്റ്റിസ് ചന്ദ്രചൂഡ് തയ്യാറായി എന്നതും കാണാതിരിക്കാനാവില്ല. ശബരിമല വിഷയത്തിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഉൾപ്പെടെയുള്ള ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയും ഇവിടെ ഓർക്കേണ്ടതായുണ്ട്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ ഏറ്റവും ഗംഭീരമായ വിധികളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നത് ഇലക്ട്രൽ ബോണ്ട് കേസിലെ തീർപ്പാണ്. രാജ്യം പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കെ 2024 ഫെബ്രുവരിയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന സുപ്രീം കോടതി വിധി മോദി ഭരണകൂടത്തിന് ഏൽപ്പിച്ച ആഘാതം നിസ്സാരമായിരുന്നില്ല. BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിക്കൂട്ടിയ ബോണ്ടുകൾ നിയമവിരുദ്ധമാണെന്ന് വിലയിരുത്തിയെങ്കിലും ആ ബോണ്ടുകളിൽ നിന്നുള്ള പണം തിരിച്ചുപിടിക്കുവാനുള്ള നടപടികളൊന്നും തന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചില്ല എന്നത് വിമർശിക്കപ്പെട്ടു. ഈ വിമർശനം നിലനിൽക്കുമ്പോഴും അഴിമതി വീണ്ടും തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നതിന് സുപ്രീം കോടതി വിധി വഴിയൊരുക്കുന്നത് കാണാതിരിക്കാനാവില്ല. ഈ വിധികളൊന്നും മറന്നുകൊണ്ടല്ല സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകരായ ദുഷ്യന്ത് ദവെയും ഇന്ദിരാ ജയ്സിംഗും ഡൽഹി സർവകലാശാല അധ്യാപകൻ അപൂർവാനന്ദും ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെ വിമർശിക്കുന്നത്. ഭരണകൂടത്തിന്റെ അധാർമ്മികതകൾക്കെതിരെ ആഞ്ഞടിക്കുന്നതിനുള്ള സ്വർണാവസരം ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നഷ്ടപ്പെടുത്തിയെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. മാധ്യമപ്രവർത്തകൻ കിരൺ താപ്പർക്ക് നൽകിയ അഭിമുഖത്തിൽ ദുഷ്യന്ത് ദവെ തന്റെ വാക്കുകൾ തീരെ മയപ്പെടുത്തിയില്ല. ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ സംഭാവനകൾ ചരിത്രവും കാലവും എത്രയും പെട്ടെന്ന് വിസ്മരിക്കട്ടെ എന്നാണ് ദവെ പറഞ്ഞത്. പിതാവ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ മകനെക്കുറിച്ചോർത്ത് നിരാശാഭരിതനാവുമായിരുന്നുവെന്നും ദവെ പറയുകയുണ്ടായി. ഭരണകൂടം വഴിവിട്ട് സഞ്ചരിക്കുമ്പോൾ, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമ്പോൾ മനുഷ്യർക്ക് നീതി ഉറപ്പുവരുത്തുവാനുള്ള അവസാന അഭയകേന്ദ്രമാണ് സുപ്രീം കോടതി. മഹാരാഷ്ട്രയിൽ CBI പ്രത്യേക കോടതിയിൽ ജഡ്ജിയായിരുന്ന ലോയയുടെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ജസ്റ്റിസ് ചന്ദ്രചൂഡ് തള്ളിക്കളഞ്ഞപ്പോൾ ഭരണകൂടത്തിനോട് അസുഖകരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്നുള്ള പിൻവാങ്ങലാണെന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. പെഗാസസ് കേസിൽ ഭരണകൂടത്തിന്റെ അമിതാധികാര പ്രവണതയുമായി മുഖാമുഖം നിൽക്കേണ്ടി വന്നപ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡ് നിരാശപ്പെടുത്തി കളഞ്ഞുവെന്ന ദവെയുടെ വിമർശനത്തിൽ തീർച്ചയായും കാമ്പുണ്ട്. ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായി വരണാധികാരി വോട്ടിംഗ് അട്ടിമറിക്കുന്നതിന് വ്യക്തമായ തെളിവുണ്ടായിട്ടും ആ വരണാധികാരിക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായില്ല. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ സർക്കാരിനെ വീഴ്ത്തുന്നതിൽ BJP കളിച്ച കളിക്ക് കൂട്ടുനിന്ന ഗവർണർ കൊഷിയാരിയുടെ നീക്കം അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയപ്പോഴും ആ നീക്കത്തിലൂടെ അധികാരത്തിലെത്തിയ ഏകനാഥ് ഷിൻഡെ സർക്കാർ അധികാരത്തിൽ തുടരുന്നത് അനുവദിക്കുന്ന സമീപനം സുപ്രീം കോടതി കൈക്കൊണ്ടുവെന്നത്
നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന വിമർശനത്തിനും ജസ്റ്റിസ് ചന്ദ്രചൂഡ് മറുപടി പറയേണ്ടതായുണ്ട്. അന്യായം നടന്നുവെന്ന് തിരിച്ചറിഞ്ഞിട്ടും അന്യായം തിരുത്തുവാൻ കഴിയാതെ പോകുന്നത് നീതിയുടെ നിഷേധമല്ലെങ്കിൽ പിന്നെ മറ്റെന്തെന്നാണ് ഇന്ദിരാ ജയ്സിംഗ് ചോദിക്കുന്നത്. ജമ്മു കാശ്മീരിൽ 370 വകുപ്പ് നിർവീര്യമാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടി ശരിവെച്ചപ്പോൾ എന്തുകൊണ്ടാണ് സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കണമെന്ന ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിക്കാതിരുന്നതെന്ന ചോദ്യം പ്രശാന്ത് ഭൂഷണും കപിൽ സിബലും ഒക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചു. അയോധ്യ കേസിലെ വിധിക്ക് നേതൃത്വം നൽകിയത് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നേതൃത്വം നൽകിയ ബെഞ്ചാണ്. ജസ്റ്റിസുമാരായ ചന്ദ്രചൂഡ്, എസ് ബോബ്ഡെ, അശോക് ഭൂഷൺ, അബ്ദുൾ നസീർ എന്നിവരായിരുന്നു ഇതര ജഡ്ജിമാർ. ബാബറി മസ്ജിദ് തകർത്തത് ക്രിമിനൽ കുറ്റകരമാണെന്ന് വിലയിരുത്തിയ ബെഞ്ച് ഇതേ ഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിക്കാം എന്ന വിധിയാണ് നൽകിയത്. വിധി സ്വാഗതം ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തു. സാധാരണഗതിയിൽ ഏത് വിധിക്കും ഒരു രചയിതാവ് ഉണ്ടായിരിക്കും. എന്നാൽ അയോധ്യ കേസിലെ വിധിക്ക് ഒരു രചയിതാവ് ഉണ്ടായിരുന്നില്ല. വിധി പുറപ്പെടുവിച്ച ശേഷം 5 ജഡ്ജിമാരും ഡൽഹിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒത്തുചേർന്നത് വിവാദമാകുകയും ചെയ്തു. 2 വർഷത്തിനിപ്പുറം ജസ്റ്റിസ് ചന്ദ്രചൂഡ് നടത്തിയ വെളിപ്പെടുത്തൽ ഈ വിവാദം പൂർവാധികം ആളിക്കത്തിച്ചു. വിധിക്ക് മുമ്പ് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്നാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞത്. ഐ സാറ്റ് ബിഫോർ ദ ഡെയ്റ്റി ആൻഡ് ടോൾഡ് ഹിം ദാറ്റ് ഹി നീഡ്സ് ഫൈൻഡ് എ സൊല്യൂഷൻ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ ഭരണഘടനയായിരിക്കണം ഏതൊരു വിധിയുടെയും അടിസ്ഥാനമെന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡ് തന്നെ പറഞ്ഞിട്ടുള്ളതിന് വിരുദ്ധമല്ലേ ഈ വെളിപ്പെടുത്തൽ എന്നാണ് വിമർശകർ ചോദിച്ചത്. ഏറെ നാളുകളായി രാജ്യത്തെ മുൾമുനയിൽ നിർത്തിയ കേസിൽ ഒരു പരിഹാരമുണ്ടായല്ലോ എന്ന ആശ്വാസം കൊണ്ടവർ നിരവധിയാണ്. എന്നാൽ അയോധ്യ കേസിന് ശേഷം ക്യാൻവാപ്പി പള്ളിയുടെ പേരിൽ വീണ്ടും ഒരു പരിശോധനയ്ക്ക് അനുമതി നൽകിയത് എന്തിനായിരുന്നുവെന്നാണ് ദുഷ്യന്ത് ദവേ ചോദിച്ചത്. 1947 ഇന്ത്യ സ്വതന്ത്രമായപ്പോഴുണ്ടായിരുന്ന ആരാധനാലയങ്ങളുടെ തൽസ്ഥിതിയിൽ മാറ്റമൊന്നും പാടില്ലെന്ന് അനുശാസിക്കുന്ന 1991 നിയമം നിലനിൽക്കെ എന്തിനാണ് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ ബെഞ്ച് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും ദവേ ചോദിക്കുന്നു. ഭീമ കൊറഗോൺ കേസിലെ വിധിയിൽ അതിശക്തമായ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയപ്പോഴും ജയിലിൽ അടയ്ക്കപ്പെട്ടവർ ജയിലിൽ തന്നെ തുടർന്നു എന്ന യാഥാർത്ഥ്യം ഓർക്കുക തന്നെ വേണമെന്ന് പ്രശാന്ത് ഭൂഷണെ പോലെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് വെറുതെയല്ല. വാക്കുകൾ ഗംഭീരമാകുകയും പ്രവൃത്തികൾ കുറയുകയും ചെയ്യുന്ന വൈരുദ്ധ്യമാണിത്. ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കെ 17 പുതിയ ജഡ്ജിമാർ സുപ്രീം കോടതിയിലേക്ക് വരികയുണ്ടായി. അതിൽ ഒരൊറ്റ വനിത പോലുമില്ലെന്ന് വിമർശനമുയർന്നപ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡ് പ്രതികരിച്ചത് സീനിയോറിറ്റിയുള്ള ഒരൊറ്റ വനിതാ ജഡ്ജിയെ പോലും കണ്ടെത്താനായില്ല എന്നായിരുന്നു. എന്നാൽ സീനിയോറിറ്റിയുള്ള വനിതാ ജഡ്ജിമാർ ഇല്ലാത്തത് യഥാസമയം വനിതകൾ ജഡ്ജിമാരായി നിയമിക്കപ്പെടാത്തത് കൊണ്ടല്ലേ എന്ന ചോദ്യവും ബാക്കിയാണ്. വൈകി കിട്ടുന്ന നീതിയല്ലെന്നും നീതി നിഷേധമാണെന്നും പറയാറുണ്ട്. ഇന്ത്യയിലെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ എന്തിന് സുപ്രീം കോടതിയിൽ പോലും വിധി പറയേണ്ടുന്ന കേസുകളുടെ എണ്ണം നാൾക്കുനാൾ പെരുകിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിമർശനവും ജസ്റ്റിസ് ചന്ദ്രചൂഡ് നേരിടുക തന്നെ വേണം. വളരെ വിപുലമായ അധികാരങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന സുപ്രീം കോടതിക്ക് നൽകുന്നത്. നീതി നടപ്പായിട്ടില്ലെന്ന് തോന്നിയാൽ രാജ്യത്തെ ഏത് കോടതി വിധിയും സുപ്രീം കോടതിക്ക് പുനഃപരിശോധിക്കാം, ചോദ്യം ചെയ്യാം. ഏത് ഇന്ത്യൻ പൗരനും സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി കൊടുക്കുകയും ചെയ്യാം. ഭരണകൂടവും നിയമനിർമ്മാണ സ്ഥാപനങ്ങളും അതിരുവിട്ടാൽ അത് നിയന്ത്രിക്കുന്നതിനും തിരുത്തുന്നതിനുമുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. സുപ്രീം കോടതി ജഡ്ജിമാരെ പുറത്താക്കുക അത്ര എളുപ്പമല്ല. ജുഡീഷ്യറി ഭരണകൂടത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാതിരിക്കുവാനുള്ള എല്ലാ കരുതലുകളും ഭരണഘടനാ ശില്പികൾ കൃത്യമായി എടുത്തിട്ടുണ്ട്. എന്നിട്ടും മോദി സർക്കാർ അതിരുവിട്ടപ്പോൾ, പാർലമെന്റിൽ ജനാധിപത്യം അടിച്ചമർത്തപ്പെട്ടപ്പോൾ, സംസ്ഥാനങ്ങളിൽ ജനവിധികൾ അട്ടിമറിക്കപ്പെട്ടപ്പോൾ സുപ്രീം കോടതി എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം ഈ ഘട്ടത്തിലും തീർച്ചയായും ഉയരുന്നുണ്ട്. ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഉയർത്തിയ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻഗാമികളായ ദീപക് മിശ്രയും രഞ്ജൻ ഗൊഗോയിയും എസ് ബോബ്ഡെയും NV രമണയും വല്ലാതെ നിരാശപ്പെടുത്തിയപ്പോൾ ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വരവിൽ രാജ്യം പ്രതീക്ഷകൾ നെയ്തത് സ്വാഭാവികമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ ജസ്റ്റിസ് ചന്ദ്രചൂഡ് അവസരത്തിനൊത്തുയരുകയും ചെയ്തു. നിയമപാണ്ഡിത്യത്തിൽ ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് പകരക്കാരനില്ലെന്നാണ് ദവേ പറയുന്നത്. അത്രയും ആഴമാർന്ന അറിവ് അദ്ദേഹത്തിന് നിയമകാര്യങ്ങളിലുണ്ട്. ഉളിത്തല പോലെയുള്ള മൂർച്ചയുള്ള മേധാശക്തി കൊണ്ടും ജസ്റ്റിസ് ചന്ദ്രചൂഡ് അനുഗ്രഹീതനാണ്. ലോകത്തെ പ്രശസ്തമായ നിയമവിദ്യാലയങ്ങൾ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ പ്രഭാഷണങ്ങൾക്കായി കാത്തിരിക്കുന്നു. എന്നാൽ ദുഷ്യന്ത് ദവേ ചൂണ്ടിക്കാട്ടുന്നത് പോലെ അധികാരവുമായി മുഖാമുഖം വന്നപ്പോൾ, ഭരണകൂടത്തിന്റെ ഏകാധിപത്യ പ്രവണതകളുമായി നേർക്കുനേർ വന്നപ്പോൾ പിൻവാങ്ങലും അനുരഞ്ജനവും ഉണ്ടായി. ധാർമ്മികതയ്ക്ക് പകരം നിൽക്കുവാൻ ഒരു ബുദ്ധിശക്തിക്കുമാവില്ല എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. ദ്രോണരും കൃപരും ഭീഷ്മരും ബുദ്ധിശക്തിയിൽ ആർക്കും പിന്നിലായിരുന്നില്ല. പക്ഷേ ധർമ്മയുദ്ധത്തിൽ ഏത് ഭാഗത്താണ് നിലയുറപ്പിച്ചത് എന്ന ചോദ്യമാണ് കാലം അവർക്കായി ബാക്കി വയ്ക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ആത്യന്തികമായി ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചെയ്തത് പുതിയൊരു നിയമദേവതയുടെ അനാവരണമായിരുന്നോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ
നമുക്ക് അവരെ കുറ്റം പറയാനാവില്ല. കണ്ണുകൾ മൂടപ്പെട്ട നീതിദേവതയുടെ കണ്ണുകൾ ജസ്റ്റിസ് ചന്ദ്രചൂഡ് തുറന്നു. കയ്യിൽ വാളിന് പകരം ഭരണഘടന ഇടം പിടിച്ചു. പുതിയ പ്രതിമ പുതിയൊരു കാഴ്ചയാണ്. സമകാലിക ഇന്ത്യയിൽ കാഴ്ചകൾ സുപ്രധാനമാണ്. സർദാർ പട്ടേലിന്റെ പ്രതിമയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ത്രിമാനബിംബവും ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലെ ഗണേശ പൂജയും ഓർമ്മ വരുന്നു. കാഴ്ചകൾക്കപ്പുറത്ത് പ്രവൃത്തിയുടെ കർമ്മത്തിന്റെ ലോകം എവിടെയാണ്? വാക്കിനും ചെയ്തികൾക്കുമിടയുള്ള അകലം എവിടെയാണ് കുറയുന്നത്? എത്രയേറെ പ്രസംഗിച്ചാലും 2 കിലോ അരി 3 കിലോ ആവില്ലെന്നും അതിന് പ്രവൃത്തി തന്നെ വേണമെന്നും പറഞ്ഞത് മറ്റാരുമല്ല, മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറാണ്. വാക്കിൽ നിന്നും പ്രവൃത്തിയിലേക്കുള്ള പരിണാമ പ്രക്രിയ ഒരിക്കലും എളുപ്പമല്ല. ഈ രാസവിദ്യയുടെ സാക്ഷാത്കാരത്തിന് അത്യധികം വിലയേറിയ 2 വർഷങ്ങൾ ജസ്റ്റിസ് ചന്ദ്രചൂഡിന് മുന്നിലുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന് എത്രമാത്രം വിജയിക്കുവാൻ കഴിഞ്ഞു എന്ന ചോദ്യം ബാക്കി നിർത്തിയാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പടിയിറങ്ങിയതെന്ന് പറയേണ്ടി വരുന്നത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ആഹ്ലാദകരമല്ല. എങ്കിലും സത്യമേവ ജയതേ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.